ഇന്ത്യ ചൈന ബന്ധം മെച്ചപ്പെടുത്തുന്നതിന് നിർണായക നിർദ്ദേശങ്ങളുമായി ചൈനയ്ക്കും ഇന്ത്യക്കുമിടയിൽ നേരിട്ടുള്ള വിമാന സർവീസുകൾ പുനരാരംഭിക്കണമെന്ന് ചൈനീസ് വിദേശകാര്യമന്ത്രി ആവശ്യപ്പെട്ടു. വിസ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തണമെന്നാണ് ചൈനയുടെ മറ്റൊരു നിർദ്ദേശം. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായുള്ള കൂടിക്കാഴ്ചയിലാണ് ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചത്. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി തർക്കത്തിൽ സൈന്യത്തെ പിൻവലിക്കുന്നത് സംബന്ധിച്ച് ഒക്ടോബറിൽ ധാരണയിലെത്തിയതിനു ശേഷം ഇരു നേതാക്കളും നടത്തുന്ന ആദ്യ കൂടിക്കാഴ്ചയാണിത്. ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ വെച്ചാണ് ജയശങ്കറും വാങ്ങും തമ്മിലുള്ള കൂടിക്കാഴ്ച നടന്നത്. G20 ഉച്ചകോടിയിൽ പങ്കെടുക്കാനാണ് ഇരു നേതാക്കളും ബ്രസീലിലെത്തിയത്. G20 ഉച്ചകോടിക്കിടെയാണ് ഇരുവരും കൂടിക്കാഴ്ച നടത്തിയത്. അതിർത്തിയിൽ നിന്ന് സൈനികരെ പിൻവലിക്കുന്നതിന്റെ പുരോഗതിയും മറ്റ് ആഗോള പ്രശ്നങ്ങളും കൂടിക്കാഴ്ചയിൽ ചൈനയുടെയും ഇന്ത്യയുടെയും നേതാക്കൾ ചർച്ച ചെയ്തു. നിലവിൽ ഇന്ത്യക്കും ചൈനയ്ക്കുമിടയിൽ നേരിട്ട് വിമാന സർവീസില്ല. യാത്രക്കാർക്ക് ഇന്ത്യയിൽ നിന്നും ചൈനയിലേക്കോ തിരിച്ചോ യാത്ര ചെയ്യുന്നതിനെ മൂന്നാമതൊരു രാജ്യത്തിലൂടെ സഞ്ചരിക്കണം. ഇതുമൂലം കൂടുതൽ യാത്രാ നിരക്ക് നൽകേണ്ടി വരുന്നു. ഇരു രാജ്യങ്ങൾക്കും ഇടയിലുള്ള ബിസിനസ്സുകാർക്കും മറ്റ് സ്ഥിരം യാത്രക്കാർക്കും ഇത് വളരെയധികം ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ചൈനീസ് വിദേശകാര്യമന്ത്രിയുടെ ഇടപെടൽ. 2020 കോവിഡ് മഹാമാരിയെ തുടർന്നാണ് ഇന്ത്യ ചൈനീസ് പൗരന്മാർക്ക് വിസ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചൈനയിലേക്ക് നേരിട്ടുള്ള വിമാന സർവീസുകൾ നിർത്തുകയും ചെയ്തത്. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ കൂടുതൽ പരസ്പര വിശ്വാസത്തിന്റെയും സംശയം കുറയുന്നതിന്റെയും ആവശ്യകതയെക്കുറിച്ചും ചൈനീസ് വിദേശകാര്യമന്ത്രി സംസാരിച്ചതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു.